ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പടത്തിന് ട്രെയിലർ ഇറങ്ങിയപ്പം അല്ലെങ്കിൽ ഈ പടം അതിനെക്കുറിച്ചൊക്കെ കേട്ടപ്പോഴൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല പ്രതീക്ഷ മീൻസ് ഒരു ഇൻട്രസ്റ്റിംഗ് പടമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു പടമായിരിക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് വെറും പ്രതീക്ഷ മാത്രമായിരുന്നു എന്നുള്ള നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അയ്യോ! അയ്യോ! എടേ ഫസ്റ്റ് ഹാഫിലൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് മുക്കാലും ഒന്നുമില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആവുമ്പഴാണ് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ആ സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റൊക്കെ ആവുമ്പഴത്തേക്കാണ്. ഗൈസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് പ്ലൂട്ടോ മൂവി. പ്ലൂട്ടോ മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീരജ് മാധവ് നായകനായിട്ട് വരുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ പുള്ളിയാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നീരജ് മാധവ്, ഹർഷ ചന്ദന, ബൈജു, അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, പിന്നെ വിനീത് തട്ടത്തിൽ, പിന്നെ അൽത്താഫ് സലീം, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ് പടത്തിലുള്ളത്. അൽത്താഫ് സലീം, നമ്മുടെ അൽത്താഫാണ് ഇതിനകത്ത് ഏളിയനായിട്ട് വരുന്നത്. നീരജ് മാധവ് എന്താ പറയുക, ഈ ബിടെക് സപ്ലൈ ഒക്കെ അടിച്ച് ബിസിനസ്സും ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടർ. അതേപോലെ തന്നെ അവരുടെ ലോകത്തും ഇതേപോലെ തന്നെ എന്താ പറയുക, ലൈഫിൽ ഗതി പിടിക്കാത്ത ഒരു ഏളിയൻ നാട്ടിലേക്ക് വരുന്നു. ഗതി പിടിക്കാത്ത ആൾ വെസസ് ഗതി പിടിക്കാത്ത ആൾ ഒന്നിക്കുന്നു, ഫ്രണ്ട് ആകുന്നു. അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു കഥ, സ്റ്റോറീസ്, കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അയ്യോ, അൽത്താ സലീം ഏളിയൻ ആ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ കാര്യം കേട്ട് അത് അതിനേക്കാട്ടിലും വിറ്റാണ്. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പടം എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. എടേ സത്യം ഒന്നുമില്ല. ആകെപ്പാടെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അജു വർഗീസിന്റെ ക്യാരക്ടറാണ്. അത് പിന്നെയും കുഴപ്പമില്ല. പുള്ളിക്കാരൻ്റെ ഈ ഗെറ്റപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം, നൈസാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതൊക്കെ ഉള്ളു. അല്ലാതെ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ചുമ്മാ എന്നുവെച്ചാ ചില ട്രൈയിങ് ഒക്കെ ചെയ്തു. ആ ചെയ്ത ട്രൈയിങ്ങും കാര്യങ്ങളൊക്കെ ചിലതായിട്ടൊക്കെ വർക്കായി. പക്ഷെ ഒന്നുമില്ല പടം. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക. അൽത്താഫിന്റെ ഏലിയൻ കോസ്റ്റ്യൂം ഒക്കെ നൈസാണ്. പക്ഷേ പുള്ളിക്കാരൻ ഏലിയൻ ആണ് എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഏലിയൻ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ അൽത്താഫായിട്ട് തന്നെ ജീവിക്കുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു നോർമൽ ഹ്യൂമൻ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. പക്ഷെ എന്നാലും ഞാൻ പറയില്ല, എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ പോലും ഞാൻ പറയില്ല, എന്തോ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് തോന്നിയ സാധനമായിരുന്നു. ആ ഇൻട്രസ്റ്റിംഗ് ഒക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോയി ഗൈസ്. ഒന്നുമില്ല, എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ പടം. അല്ലാതെ ഒന്നും പറയാനില്ല. യാ, താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാനോ കണ്ട്, നിങ്ങളും കാണുക. അപ്പം അത്രേ ഉള്ളൂടെ.